മനസ്സിൽ കാണാത്ത ഈ സാധനം കിടക്കുന്നത് ഇത് മുള അനക്കൊന്നും കാണുന്നില്ലല്ലോ അവിടെ. ഒന്നുമില്ല. പക്ഷേ നല്ല ദോശയൊക്കെ കയറി നല്ല പരുവത്തിന് നടക്കുന്നതിൻ്റെ പേരില് നല്ല തെളിച്ചമുണ്ട് രാവിലെ. മീൻ കാണും. രാവിലെ നല്ല തെളിച്ചമുണ്ട്. നമ്മുടെ ഇട്ട കുട്ടി അവിടെയൊക്കെയാണ് പിടുത്തം കിട്ടുന്നില്ല ഇല്ലയോ? അതായത് 4, 3, 5, 6 ഉണ്ട്. മഴ പെയ്തില്ലയോ? ഒന്നും കാണുന്നില്ല. മഴ പെയ്തതിന്റെ പേരിൽ പായല് കയറി അവിടെ യമഹ വിളിച്ചോണ്ട് പോയി. എന്നടെ നോക്കിയാ അങ്ങോട്ട് നോക്കി അതിന്റെ ഇടയ്ക്കോട്ടാകുമ്പോ പായല് കിടക്കുന്നതിന് കാണാനും പറ്റുന്നില്ല. അത് അനങ്ങുന്നുണ്ട്. അത് 4 അത് 4 കുരുങ്ങി കിടക്കാനുള്ള എന്ത് സംഭവം? ആണോ? പോട്ടെ പോട്ടെ പോട്ടെ. ഇതെന്തോടാ 4 ഉപ്പിയുടെ കുരുങ്ങിയ എന്ത് സംഭവം? ആണോ? മീൻ പിടിച്ചടക്കുക. 2 ദിവസത്തെ ക്ഷീണം. വെപ്പറാളം വേണ്ട. പതുക്കെ സമാധാനത്തെ വളച്ചാൽ മതി. അതിനകത്ത് മീൻ കയറിയിട്ടുണ്ട്. പതുക്കെ മതി. മനോഹരമായ മീനായിരിക്കണം അതിനകത്ത് ഇരിക്കുന്നത്. അങ്ങനെയില്ലേ? പോട്ടെ എന്തായാലും പോട്ടെ. എന്തോ സംഭവം ഉണ്ടോ? 4 ഉപ്പി. ആണോ? ഇൻഷാ അല്ലാ നാക്ക് പൊന്നായിരിക്കട്ടെ. ഇത് എടാ നമുക്കിന്ന് പോകണ്ടേ? നീ ഇത് അടുപ്പിക്ക് പെട്ടെന്ന്. അല്ലേ അനങ്ങുന്നില്ലല്ലോ അല്ലേ? മീനായിരിക്കും മിക്കവാറും മീനായിരിക്കും എന്ന് പറഞ്ഞാൽ കുത്തി കിടക്കുക. വലിയ മീനാണെങ്കിൽ മൊത്തം 4 കുരുക്കളാ. വലിയ മീനാണ്. നീ അടുപ്പിച്ചു നോക്ക് എന്തുവായാലും എന്താന്നറിയാം, കുപ്പി 2 എണ്ണം കൂടെ ഒരുമിച്ച് വന്നേര് അവർ 2-3 പേര് ഉണ്ടെന്ന് തോന്നുന്നു. അല എടുക്കളി ഞാൻ ഇത് പിടിക്കണ്ട. നിർത്തടാ നോക്കട്ടെ. അനക്കോലല്ലോ. അളിയാ ഓക്കെ അളിയാ. നോക്കി മീനാണ് പെയ്യാനെടുക്കാവുള്ള. അല്ലേ പൊട്ടിച്ചോണ്ട് പോയാലേ പിന്നെ നമുക്ക് അനുഭവം ഉള്ളതാ. മീനുണ്ടോ? അനങ്ങാടക്കുന്നതാ. എന്റെ മുന്നേ കളിയാ ഇതിന് ഇത് കൊറേ ഉണ്ടല്ലോ. ബെടേ സാധനം കിടപ്പുണ്ട്. ഇത് നോക്കി 2 കൊണ്ട് വിഴുങ്ങിയ സാധനം 2 കൊണ്ട് ഒരുമിച്ച്. ഒരാള് മോശക്കാരനായിട്ടാ ഒന്ന് എന്നിട്ട് അടുത്തേക്ക് പിടിച്ചത്. 2 കൊണ്ട് ആഗ്രഹം കൊണ്ട് വിശപ്പുണ്ടും കണ്ട് ഓടിപ്പോയതാ. 2 കൊണ്ട് 2 കൊണ്ട് ഒരുമിച്ച് പിടിച്ച സാധനം. നമ്മളിപ്പോ റോപ്പും ഇതുകൂടെ ബലമായി കേട്ടോ. ബലമായി. ഇവന്റെ കടിച്ചു പൊട്ടിക്കൽ നടക്കത്തില്ല.
എന്ത് വേടാ പൊന്നുമോനെ ഈ ജയ് ജയ് പൊക്കിയായിട്ട് പൊങ്ങുന്നില്ലടാ. ഓ ശശിയേ ചാടി പോരുത്. പതുക്കെ മതി പതുക്കെ മതി പൊന്നുമോനെ എവിടെ ആയിരുന്നടാ? പതുക്കെ മതി പതുക്കെ മതി. തങ്കക്കുട എവിടെ ആയിരുന്നു? രാവിലെ വിളിച്ച് പറയണം. ഇന്നലെ വൈകിട്ട് ഇടുമ്പോഴേ പറഞ്ഞു രാവിലെ ഇത് 3ാമത്തെ വട്ടം ഞാൻ മാറ്റിയിട. പെരുമഴ എത്താൻ 3ാമത്തെ വട്ടം ഇടുന്നു. ഈ മീനെ കൊണ്ട് പോട്ടോ സിലോപ്പിയുടെ ഉഷാർ കണ്ടപ്പോഴേ തോന്നി വിളിച്ചു അറിയാനുണ്ട് കേട്ടാ. നമ്മൾ ഇന്നലെ പറഞ്ഞത് കേറി വന്നേ കേറി വന്നേ. നമ്മൾ ഇന്നലെ പറഞ്ഞ സത്യമായി. പിന്നെ പറഞ്ഞ അടിക്കുകയെന്ന് പറഞ്ഞ ചെറുതൊന്നും അല്ല കേട്ടോ. അളിയനെ നെഞ്ചിരി ആരാ വെച്ചേ? എങ്ങനെയുണ്ട് കളി? തകർക്കത്തില്ലേ നമ്മള്? മൊത്തത്തിൽ പല്ല് നേരെ പിടിച്ചോളേ, പൊക്കി പിടിച്ചേ. അളിയൻ്റെ നെഞ്ചിന്ന് ഇന്നത്തെ കലാപരിപാടികൾ ഇതാ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ കരയിലോട്ട് കയറുന്നു. കാര്യങ്ങളൊക്കെ പടപടാന്ന് നടക്കട്ടെ. മനോഹരമായ വിളികൾ രാവിലെ എല്ലാം അതിന്റെ പരുവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. കൈകൾ കലയ്ക്കുന്നു. അടിക്കുന്നില്ലേ? താഴെ കാര്യം രാവിലെ ഐശ്വര്യമായിട്ട് ഇന്നോട്ടൊന്നും മാറ്റിയായിരുന്നെങ്കിൽ 1-ാം തീയതി ഒന്നും കിട്ടിയില്ല. 1-ാം തീയതി പോലായിരുന്നു നമ്മൾ വിളിച്ചാൻ. പക്ഷെ 1-ാം തീയതി ഇട്ട ചൂണ്ടയാണേ. അപ്പം 18/12/2023 നല്ല ദിവസമാണല്ലോ. അതാ 2 കുറേ ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊന്നും തികയത്തില്ലല്ലേ? അതെ, ഇതിനും ചെറിയ സാധനങ്ങളെന്തിനും കിടപ്പുണ്ട്. ചെറിയ സാധനമൊന്നും അല്ല. എവിടെ നമ്മുടെ കസേര എന്ത്? കസേര വെച്ച അളവാണ്. അയ്യോ, ഇത് വിറ്റതല്ല. 2 ചൂണ്ട പിടിച്ച ഇവനെ എന്തോരം ഇതുകൊണ്ട്. അയ്യോ, തീറ്റ ഇല്ലാതെ കണ്ട് കിടന്നത് 2 ചൂണ്ട. വിറ്റായി 2 ചൂണ്ട ഒരുമിച്ച് പിടിച്ചു. ചരിത്രത്തിൽ ഇടന്നിടുന്നാണ് പറയുന്നത്. 2 പീസ് പീസാട്ടം എടുത്താൽ മതി. എന്തോളിയാ ഞാൻ പറഞ്ഞത്? ഒരു കസേരയും കൂടെ ഇടണം. എന്താ ഈ പയ്യന് താഴോട്ട് ഇങ്ങനെ തളർന്ന് കിടക്കുന്നു. മേളോട്ട് നിർത്തണമെങ്കിൽ എന്തുവാടാ ഈശ്വറിയായിട്ട് എടുത്തായിരുന്നെങ്കിൽ അല്ലായിരുന്നു. എന്ത് ഇതിന്റെ കലാബോധം നീ ശ്രദ്ധിച്ചായിരുന്നോ? നാട്ടെ വരകൾ കൊടുത്തിരിക്കുന്നു, നോക്കിയേ. അത് ഇത് മുള്ളാട്ടാ, ഇത് മുള്ളാണ്. ഈ മുള്ള ഇത് കൊടുത്തേ. നോക്കിയാ മാസം കയ്യ നോക്കിയേ. കൊമ്പഭാഗം എടുത്തായിരുന്നു ഈ മീശയൊക്കെ. വയ്യാടാ, പൊങ്ങുന്നില്ല. അവന് പൊങ്ങണമെന്നില്ല. ഇനി ആരും ഊരിയെടുക്കുന്നത്? എന്തൊരു കൊരുപ്പായി കൊരുത്ത് വെച്ചേക്കുന്നത്. ഇത് മിഴുങ്ങിയതല്ലയാ. നല്ല ഉടക്കം. ഇത് അത്ര വലിയ 6 കിലോ കാണും കേട്ടോ ചായന. 5 കിലോ ഉറപ്പുണ്ട്. നീ പൊക്കി നോക്കിയേ. കേറി പിടിച്ചിട്ട് അവൻ കഴിക്കുന്ന അവനറിയണ്ടല്ലോ നമ്മള് കിടന്നപ്പെടുന്ന പാട്. ഇപ്പൊ എന്തോ തീരുമാനം? അതനുസരിച്ച് വിളി. എന്താ പാട് ഉള്ളു. എപ്പോ ഇറങ്ങും വീട്ടിൽ നിന്ന്? അടിച്ചോ? ശരി ശരി. അഥവാ ആരെങ്കിലും പെട്ടെന്ന് ചോദിച്ചാൽ ഇതിന് എത്ര ഇലയുണ്ടെന്ന് ചോദിച്ചാലേ ഇല പറയണം. 1, 2,
3 4 ഉള്ളൂ, ഒരെണ്ണം കുറവുണ്ട് കേട്ടോ കറി. എന്തുവായിരുന്നു പറ്റുന്നത്? എവിടെ ആയിരുന്നടാ നീ താമസിച്ച? എന്തായിരുന്നു ഇതിന്റെ വേറെ മറ്റേ ഗ്ലാസ് ഇതായി കിടക്കുന്നറിയാ? അറിയില്ല. പിച്ചാത്തി എടുക്കാമെങ്കിൽ എപ്പം പണി, പിച്ചാത്തി എടുക്കാൻ പണി ഇപ്പം നടത്താം. 2 3 എങ്ങനെ പീസാക്കും? 3.25 പീസാക്കാൻ ആദ്യം കത്തിലേക്ക് ഇത് മൊത്തം മൊത്തം അടിക്കാം. അങ്ങനല്ല, ഇത് കൊമ്പാടാ. ആടാ ഇത് കൊമ്പുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് പഠിക്കണം, ഗവേഷണം നടത്തണം കേട്ടോ. ഇതെന്താ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ച്. ഒരാൾ പെട്ടെന്ന് വാളയ്ക്ക് എന്തൊക്കെയുണ്ട് ചിറകയിൽ? തൂവലുണ്ട്. എത്ര എണ്ണം ഉണ്ട്? എത്ര വിരു വരുന്നെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയും? മാസാ ഇത് വേണേ എടുത്ത് വെച്ചു. എന്താണ് പാനായിട്ട് മറ്റേ മീനിന്റെ വാലിന്റെ ഇതാ ഇല്ലയാ നോക്കിയേ. പോളക്കണ്ണ ഉറങ്ങിയില്ല, കണ്ണിരിക്കുന്നുണ്ടോ? ഒരു പോള കണ്ടാ, കണ്ണിരിക്കുന്നുണ്ടോ? കഷ്ടം. എന്തായിരുന്നു ഉറങ്ങാനായിട്ട്? എന്തായിരുന്നു മോനെ? ആ ചിന്തയിലൊന്ന് ഇട്ടോട്ടാ അങ്ങോട്ട്. എവിടെയോ ദണ്ണം തട്ടിയിട്ടുണ്ടാ, ആ ടൈലിട്ടൊന്ന് പിടിക്കണം കേട്ടോ. എവിടെ ദണ്ണം തട്ടിയിട്ടുണ്ട്, ടൈലിട്ടൊന്ന് പിടിക്കണം. കൊമ്പത്ത് ഭയങ്കര കൊമ്പോട്ടോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പല്ല് ഏൽപ്പിക്കണം കേട്ടോ. താഴത്തെ പല്ലിച്ചിരി മോശം. കത്തിരി കൊണ്ടേ അകത്ത മുറിയാതെ